സുഹൃത്തുക്കളെ, ആയുഷ്മാൻ ഭാരത് 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ്, 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ലഭിക്കുന്ന പദ്ധതി. അത് ആർക്കൊക്കെയാണ് ലഭിക്കുക, എങ്ങനെയൊക്കെയാണ് ലഭിക്കുക? നിരവധി വീഡിയോകളും പോസ്റ്ററുകളും നിരന്തരം യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അക്ഷയയിലോ മറ്റു ജനസേവാ കേന്ദ്രത്തിലോ പോയി അന്വേഷിച്ചാൽ കൃത്യമായ ഒരു മറുപടിയും ലഭിക്കുന്നില്ല. പലരും പറയുന്നു, ആ കാർഡ് എടുക്ക്, ഈ കാർഡ് എടുക്ക്, ഡൗൺലോഡ് ചെയ്യ്, അംഗങ്ങളെ ചേർക്കാം എന്നൊക്കെ. ഇതിനെക്കുറിച്ച് വലിയ തരത്തിലുള്ള സംശയങ്ങളും തെറ്റിദ്ധാരണകളുമാണ് സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ പ്രചരിക്കുന്നത്. പക്ഷെ ഒന്ന് പറയട്ടെ, ഇതിന്റെ കൃത്യമായ ഒരു വിവരണം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓൺലൈൻ പുതിയ അപ്ഡേറ്റുകളെയും സേവനങ്ങളെയും സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അടങ്ങുന്ന വീഡിയോകളാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മറുപടി നൽകാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ 50% ജനങ്ങൾ ആശുപത്രിയിൽ ചെലവഴിക്കുന്ന പണം മൂലമാണ് ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കി കേന്ദ്ര ഗവൺമെന്റ് 2010 ആരംഭിച്ച ഒരു പ്രധാന ദേശീയ ആരോഗ്യ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആയുഷ്മാൻ ഭാരത് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് കരുതുന്നത് സർക്കാരിന്റെ 5 ലക്ഷം ചികിത്സാ സഹായം ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് ആണ് ആയുഷ്മാൻ ഭാരത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതിയിലെ നിരവധി കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് PMJAY എന്ന് വിളിക്കുന്ന 5 ലക്ഷം രൂപ ചികിത്സാ ചെലവ് ലഭിക്കുന്ന പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഇൻഷുറൻസ് എന്ന പദ്ധതി. ആയുഷ്മാൻ ഭാരതിലെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ, ABHWC. ഗ്രാമങ്ങളിലെ രോഗികളെ വീടുകളിൽ ചെന്ന് പരിചരിക്കുന്നത് പോലുള്ള സേവനങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. അതുപോലെ മറ്റൊരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട്, അബ കാർഡ് എന്ന് പറയുന്നു. ഇത് നമ്മൾ പൊതുവെ ഇപ്പോൾ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ഹെൽത്ത് ഹിസ്റ്ററി കാർഡാണ്. നമ്മുടെ ശരീരത്തിന്റെ എന്തെല്ലാം രോഗങ്ങളുണ്ടെന്നും ഏതെല്ലാം മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്നും ഏതെല്ലാം ചികിത്സകളാണ് നമുക്ക് നടത്തുന്നതെന്നും എന്തെല്ലാം ടെസ്റ്റുകൾ നടത്തുന്നുണ്ടെന്നും അതുപോലെ നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ടെന്നുമൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു കാർഡാണ് ആയുഷ്മാൻ അബ കാർഡ് എന്ന് പറയുന്നത്. ഇത് ഭാവിയിൽ പെട്ടെന്നുള്ള രോഗചികിത്സക്കും അപകട സമയങ്ങളിലെ വ്യക്തിയുടെ ചികിത്സ വേഗത്തിലാക്കുന്നതിനും പരിചരണത്തിനുമൊക്കെ വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ എങ്കിൽ ഈ കാർഡ് നമ്മൾ മുമ്പ് പറഞ്ഞ 5 ലക്ഷം ചികിത്സാ സഹായം ലഭിക്കുന്ന കാർഡല്ല. ആ കാർഡാണ് ഇത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പല പ്രചരണവും നടക്കുന്നത് കാണുന്നുണ്ട്. ഈ കാര്യം എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കുക. എന്നാൽ 5 ലക്ഷം രൂപ ചികിത്സാ സഹായം ലഭിക്കുന്ന PMJAY എന്ന ജൻ ആരോഗ്യ യോജന ഇൻഷുറൻസ് കാർഡാണ് ഇത്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് മുമ്പ് നമുക്കെല്ലാം പ്രിന്റ് എടുത്ത് കിട്ടിയിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഇൻഷുറൻസിന്റെ ആനുകൂല്യം ഇന്ത്യയിൽ 55 കോടിയിലധികം പേർക്ക്, അതായത് ഇന്ത്യൻ ജനസംഖ്യയുടെ ഏകദേശം പകുതിയോളം പേർ ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളാണ്. സർക്കാർ നിശ്ചയിച്ച ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കുടുംബാംഗങ്ങളെ ഈ പദ്ധതിയിൽ അംഗങ്ങളാക്കിയിരിക്കുന്നത്. 2008 മൻമോഹൻ സിംഗിന്റെ കാലത്ത് ആരംഭിച്ച RSBY എന്ന കാർഡ് ഉള്ളവർ, അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് പട്ടികയിൽ ഉൾപ്പെട്ടവരുമാണ് ഈ പദ്ധതിയിൽ അംഗമാവുക. കൂടാതെ ആരോഗ്യ ഇൻഷുറൻസ് ഉപഭോക്താവാണെന്ന് കാണിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്ത് ലഭിച്ചവരും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് വർഷത്തിൽ 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ലഭിക്കുക. കുടുംബത്തിന് മൊത്തം 5 ലക്ഷം രൂപയായാലും ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് 5 ലക്ഷം രൂപയായാലും ലഭിക്കുന്നതാണ്. ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഈ കാർഡ് പുതിയ രൂപത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഇപ്പോൾ ഗവൺമെന്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെ ചേർക്കുന്നതിനും സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത കുടുംബത്തിന് പുതുതായി ഈ സ്കീമിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ഇപ്പോൾ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല. സർക്കാരിന്റെ അറിയിപ്പ് വന്നാൽ മാത്രമേ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുകയുള്ളൂ. ഇപ്പോൾ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും എന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഒരു അറിയിപ്പിന്റെ മറപിടിച്ചുകൊണ്ട് പലരും അത് പുതിയത് അപേക്ഷിക്കാൻ കഴിയും എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് പലരും. ആയതുകൊണ്ട് എല്ലാവരും വ്യക്തമായും
കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ ദിശ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അവർ കൃത്യമായ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്പർ ഡിസ്ക്രിപ്ഷനിലും ആദ്യ കമന്റിലും നൽകുന്നുണ്ട്. ഇതിന്റെ വെബ്സൈറ്റ് ലിങ്കും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാർഡിൽ അംഗങ്ങളെ ചേർക്കുന്നതിനും അതുപോലെ തന്നെ KYC ചെയ്യുന്നതിനുമൊക്കെ എംപാനൽ ചെയ്ത ഹോസ്പിറ്റലുകളിലാണ് അത് ചെയ്യുന്നത്. ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ, എന്തെങ്കിലും ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ അവര് അത് ചെയ്തു നൽകുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങളോ വിവരങ്ങൾ അറിയേണ്ടതോ ഉണ്ടെങ്കിൽ ദിശ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പലർക്കും അറിയുകയില്ല. പലരുടെ കയ്യിലും ഈ കാർഡുണ്ടോ എന്ന് അവർക്ക് തന്നെ അറിയുകയില്ല. മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ, ഈ പദ്ധതിയിൽ നമ്മൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ദിശ നമ്പറിൽ വിളിച്ച് റേഷൻ കാർഡ് നമ്പർ പറഞ്ഞു കൊടുത്താലും അവർ നമ്മൾ ഈ പദ്ധതിയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള പ്രോസസ്സിലേക്ക് കടക്കാം. ഗൂഗിളിൽ beneficiary.nha.gov.in എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. ഇവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് വെരിഫൈ ക്ലിക്ക് ചെയ്യുക. വെരിഫൈ ക്ലിക്ക് ചെയ്യുമ്പോൾ മൊബൈൽ OTP എൻ്റർ ചെയ്യുക. ക്യാപ്ച എൻ്റർ ചെയ്ത് ലോഗിൻ നൽകുക. ഇവിടെ ഇങ്ങനെ ഒരു പേജിലേക്കാണ് എത്തുക. ആദ്യം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം PMJAY എന്ന സ്കീം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ഓപ്ഷൻ നൽകുക. ആധാർ കാർഡ് നൽകുക. ആധാർ കാർഡാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെർച്ച് ചെയ്യുക. ഈ പദ്ധതിയിൽ അംഗമാണെങ്കിൽ ഇങ്ങനെ കാണിക്കും. അതില് നമ്മുടെ കുടുംബാംഗങ്ങളുടെ പേരൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഒരാൾ മാത്രമേ അതിൽ വെരിഫൈഡ് ആയി കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരൊന്നും ആക്റ്റീവ് അല്ല. അതിന്റെ സർവീസുകൾ അത് ആക്റ്റീവ് ചെയ്യലും അതല്ലെങ്കിൽ അവരെ ആഡ് ചെയ്യലും ഒക്കെ എംപാനൽ ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നോ അതല്ലെങ്കിൽ ഓപ്പറേറ്റർ ID ഉള്ളവർക്കോ ആണ് അത് ചെയ്യാൻ കഴിയുക. നമുക്കിവിടെ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. വ്യക്തിയുടെ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആധാർ കാർഡ് വെരിഫൈ ക്ലിക്ക് ചെയ്ത് I agree കൊടുത്ത് എല്ലാം കൊടുത്ത് ആധാർ OTP സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ആധാർ OTPയും കൂടാതെ അതിന് താഴെ മൊബൈൽ OTPയും കൊടുത്ത് ഓതന്റിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കാർഡ് ഡൗൺലോഡായി നമ്മുടെ ഡൗൺലോഡ്സിൽ കാർഡ് ഡൗൺലോഡായി വരികയും ചെയ്യും. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ എംപാനൽ ചെയ്ത ഹോസ്പിറ്റലിലോ മറ്റോ പോയി നമ്മളത് ചെയ്യണം. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴാണ് ഈ ബാക്കിയുള്ള അംഗങ്ങളെയൊക്കെ അത് ആക്ടിവേറ്റ് ചെയ്യുകയും അവരുടെ KYC ക്ലിയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ അത് ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. തീർച്ചയായും ഉപകാരപ്രദമായ വീഡിയോകളാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച്.